ഓക്കെ, ഫൈൻ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ലൈവ് സെഷൻസ് നമ്മൾ അധികം പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് വീക്കിലി ലൈവ് സെഷൻസ് വരുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക് ഏരിയ ലോജിക്കൽ റീസണിങ്. നമ്മൾ ഓൾറെഡി റെക്കോർഡ് ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ആ, നമുക്ക് നോർമലി നമുക്ക് കിട്ടുന്ന ഓരോ ടോപ്പിക് ഏരിയയിൽ നിന്നും അഞ്ച് ചോദ്യങ്ങൾ വീതവും ഓരോന്നിന് 10 മാർക്കാണെന്നും ടോട്ടൽ 10 മാർക്കാണ് ഒരു ടോപ്പിക് ഏരിയയിൽ നിന്ന് സാധാരണഗതി വരാറുള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കി 10 ടോപ്പിക് ഏരിയയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബേസിക്സ് കിട്ടിയാൽ ലോജിക്കൽ റീസണിങ് എന്താണെന്നും അതിൽ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ഒരു കണക്റ്റഡ് രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് 8 റൈറ്റ് ആൻസേഴ്സ് വരെ അല്ലെങ്കിൽ 10 ഫുൾ റൈറ്റ് ആൻസേഴ്സ് നമുക്ക് മേടിക്കാവുന്ന ഒരു ടോപ്പിക് ഏരിയ ആണ് ലോജിക്കൽ റീസണിങ്. ഓക്കെ, അവിടെ ഓർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ എല്ലാം ഇപ്പോൾ ഇന്ത്യൻ ലോജിക് ആയാലും വെസ്റ്റേൺ ലോജിക് ആയാലും ഇതെല്ലാം കുറേ കൺസെപ്റ്റുകളാണ്. ആ കൺസെപ്റ്റുകളെ കണക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളതാണ്. ഓക്കെ, ഓരോന്നും മനസ്സിലാക്കുക. എന്താണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്, ആർഗ്യുമെൻ്റ് എന്താണ്, അവിടം തൊട്ട് നമ്മൾ ഹേതുഭാഷ വരെ ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ ഓരോന്നും കണക്ട് ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, ഇൻ ബിറ്റ്വീൻ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ബേസിക്സ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടാണ്. അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇതെല്ലാം ക്ലാസ് റൂമിൽ ഓൾറെഡി നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തു. ഇവിടെ നമ്മളത് ക്രിസ്പായിട്ട് എങ്ങനെയാണെന്നുള്ളൊരു അവയർനെസ് കിട്ടുക എന്നുള്ള രീതിയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് ഏരിയ സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെന്റ്സ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ആർഗ്യുമെന്റ്? ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കണക്റ്റഡ് സീരീസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണെന്ന് പറയാം. ആർഗ്യുമെന്റ്സ് ആർ കണക്റ്റഡ് സീരീസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഇന്റൻഡഡ് ടു എസ്റ്റാബ്ലിഷ് എ കൺക്ലൂഷൻ. അതായത് നമ്മളിപ്പോൾ പറയുകയാണ് ഓൾ ക്യാറ്റ്സ് ആർ മാമൽസ്, ഓൾ മാമൽസ് ആർ ഓർ മാമൽസ് ആർ ആനിമൽസ് എന്ന് നമ്മൾ പറഞ്ഞു എന്ന് വിചാരിക്കാം. എല്ലാ ക്യാറ്റ്സും മാമലാണെന്ന് പറഞ്ഞു, എല്ലാ മാമലും ആനിമൽ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എല്ലാ ക്യാറ്റ്സും ആനിമലാണ് എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ ക്യാറ്റ്സും മാമലാണെന്ന് പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ മാമൽസും ആനിമലാണെന്ന് പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന കൺക്ലൂഷൻ അതാണ് ഓൾ ക്യാറ്റ്സ് ആർ ആനിമൽസ്. അപ്പോൾ ഇങ്ങനെ രണ്ടോ അതിലധികമോ സ്റ്റേറ്റ്മെൻറ്റുകളും അതിൽ നിന്നും എടുക്കുന്ന കൺക്ലൂഷൻ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനെ എല്ലാത്തിനെയും നമ്മൾ ചേർത്ത് കണക്റ്റഡ് സീരീസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സുകളെ ഉപയോഗിക്കുന്ന ആ ഒരു രീതിയെയാണ് ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ആർഗ്യുമെന്റ് ഇസ് എ സീരീസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഇന്റൻഡഡ് ടു എസ്റ്റാബ്ലിഷ് എ കൺക്ലൂഷൻ. അതായത് ഈ സ്റ്റേറ്റ്മെന്റുകൾ വഴി കൺക്ലൂഷൻ ട്രൂ ആണ് അല്ലെങ്കിൽ കൺക്ലൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇതാണ് ആർഗ്യുമെന്റ്. ഓക്കെ, സോ ആർഗ്യുമെന്റിനകത്ത് 2 പാർട്ടുകളുണ്ട്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റുകൾ, അതിൽ നിന്ന് എടുക്കുന്ന കൺക്ലൂഷൻ. ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. ആദ്യത്തെ 2 സ്റ്റേറ്റ്മെന്റുകൾ ഏതാ? ഈ സ്റ്റേറ്റ്മെന്റുകൾ മനസ്സിലേക്ക് നോട്ടുന്നേ. ഓൾ ക്യാറ്റ്സ് ആർ മാമൽസ്. ആദ്യം ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, ഓൾ ക്യാറ്റ്സ് ആർ മാമൽ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എല്ലാ മാമൽസും ആനിമൽസ് ആണ്, ഓൾ മാമൽസ് ആർ ആനിമൽസ്. ഈ 2 സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണെങ്കിൽ അതിൽ നിന്നും എടുക്കാവുന്ന ഒരു കൺക്ലൂഷൻ ആണ് എല്ലാ ക്യാറ്റ്സും ആനിമൽസ് ആണെന്നുള്ളത്. എല്ലാ ക്യാറ്റ്സും മാമൽ ആണെങ്കിൽ, എല്ലാ മാമലും ആനിമൽ ആണെങ്കിൽ യു ക്യാൻ സേ ഓൾ ക്യാറ്റ്സ് ആർ ആനിമൽസ്, റൈറ്റ്? ഇതാണ് ഇത്തരത്തിൽ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ അവിടെ ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. സോ ആർഗ്യുമെൻറ്റിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് ആർഗ്യുമെൻറ്റ് 2 പാർട്ടുണ്ട്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് പ്രെമിസസ് ആണ്. പ്രെമിസസ് ആർ ദി സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ പറഞ്ഞ ഈ റീസൺസ് അല്ലെങ്കിൽ ആ കൺക്ലൂഷനിലേക്കുള്ള നമ്മളുടെ സപ്പോർട്ടിനെയാണ് പ്രെമിസസ് എന്ന് പറയുന്നത്. ആ പ്രെമിസുകളിൽ നിന്ന് നമ്മൾ എന്താണോ മനസ്സിലാക്കിയെടുക്കുന്നത് അതിനെ നമുക്ക് കൺക്ലൂഷൻ എന്ന് വിളിക്കാം. വാട്ട് ഈസ് ഇൻഫേർഡ് ഫ്രം ദി പ്രെമിസസ് ഈസ് കോൾഡ് കൺക്ലൂഷൻ. ഓക്കെ, സോ പ്രെമിസസിൽ നിന്ന് കൺക്ലൂഷനിലേക്ക് വരുന്ന രീതി മനസ്സിലായല്ലോ. An argument is a series of statement intended to establish a conclusion. കൺക്ലൂഷനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സീരീസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ആർഗ്യുമെൻറ്റ്സ്. ഈ ആർഗ്യുമെൻറ്റിനകത്ത് 2 പാർട്ടുകളുണ്ട്, പ്രെമിസും ഉണ്ട്, കൺക്ലൂഷനും ഉണ്ട്. പ്രെമിസസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദി റീസൺസ് ഓർ സപ്പോർട്ട് ഫോർ ദി കൺക്ലൂഷൻ. കൺക്ലൂഷനിലേക്ക് നമ്മൾ നയിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ പ്രെമിസസ് എന്ന് പറയുന്നു. കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമ്മൾ എന്താണോ ഡിറൈവ് ചെയ്യുന്നത് അതാണ് നമ്മളുടെ കൺക്ലൂഷൻ. സോ പ്രെമിസുകളിൽ നിന്നുമാണ് കൺക്ലൂഷനിലേക്ക് പോകുന്നതെന്ന് ഓർത്തേക്കുക. സോ ഈ 2 ടേമുകൾ ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 3 ടേമുകൾ.
ഇവിടെ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ ഓർക്കേണ്ടത് ഈ ഓരോ ടേമുകളും എന്താണെന്ന് മനസ്സിലാക്കുക മാത്രം ചെയ്താൽ മതി. പിന്നെ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും കണക്ട് ചെയ്ത് കൂടുതൽ ബ്രോഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ആർഗ്യുമെൻറ്റ് ഫസ്റ്റ്, എന്താണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ആർഗ്യുമെൻറ്റിന് രണ്ട് പാർട്ടുകളുണ്ടെന്ന് മനസ്സിലാക്കുക. ആദ്യത്തെ പാർട്ട് പ്രമിസുകളാണ്. ദീസ് ആർ ദി സപ്പോർട്ട്, കൺക്ലൂഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. ആ ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പ്രമിസുകൾ. ആ പ്രമിസുകളിൽ നിന്ന് എന്താണോ നമ്മൾ അവസാനം ഇൻഫർ ചെയ്തെടുക്കുന്നത്, ഇതാണ് നമ്മളുടെ കൺക്ലൂഷൻ. മനസ്സിലായോ? ഓക്കെ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയണം. ശരി. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് ആർഗ്യുമെൻ്റ് എന്ന്, എന്താണ് പ്രമിസ്, എന്താണ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞു. ഇനി നോക്കുക, ഒരു ആർഗ്യുമെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർഗ്യുമെൻറ്റിന് ആസ് ഐ സെഡ് രണ്ട് പാർട്ടുകളുണ്ട്. പ്രമിസസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദി ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫറിങ് സപ്പോർട്ട്. കൺക്ലൂഷനിലേക്ക് നമ്മൾ നയിക്കുന്ന ഡിക്ലറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് പ്രമിസസ് എന്ന് പറയുന്നത്. ആ പ്രമിസുകളിൽ നിന്ന് നമ്മൾ എന്താണോ ഫൈനലി ക്ലെയിം ചെയ്യുന്നത്, അതാണ് നമ്മളുടെ കൺക്ലൂഷൻ. ദി ഫൈനൽ ക്ലെയിം ഇൻഫേർഡ് ഫ്രം വൺ ഓർ മോർ പ്രമിസസ് ഈസ് കോൾഡ് കൺക്ലൂഷൻ. ഈ ഒരു പ്രോസസ്സ്, പ്രമിസുകളിൽ നിന്നും കൺക്ലൂഷനിലേക്ക് നയിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഇൻഫറൻസ് ഈസ് ദി റീസണിങ് പ്രോസസ് ദാറ്റ് കണക്ട്സ് പ്രമിസസ് ആൻഡ് കൺക്ലൂഷൻ, പ്രമിസസ് ടു ദി കൺക്ലൂഷൻ എന്നോർത്തേക്കുക. ഇനി ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ, ആർഗ്യുമെൻറ്റ്സ് എന്താണ്? ആർഗ്യുമെൻറ്റ്സ് ഇൻഫറൻഷ്യലാണ്. അതായത് ആർഗ്യുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രൂവ് ചെയ്യാനും ശ്രമിക്കുകയാണ്. ദേ ഇൻറ്റൻഡഡ് ടു പ്രൂവ് സംതിങ്. രണ്ടാമതായിട്ട്, സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ആർഗ്യുമെൻ്റ് ആർ ഓഫൺ കോൾഡ് പ്രപ്പോസിഷൻസ്. സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നതിനെ, ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഓൾ കാറ്റ്സ് ആർ മാമൽസ് എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതേപോലെ ഓൾ മാമൽസ് ആർ ആനിമൽസ്, ഇതും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ നമ്മുടെ കൺക്ലൂഷൻ പറഞ്ഞ ഓൾ കാറ്റ്സ് ആർ ആനിമൽസ് എന്ന് പറയുന്നതും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ഡിക്ലറേറ്റീവ് നേച്ചറിലുള്ളതാണ്. അതുകൊണ്ട് ഇവയെ നമുക്ക് പ്രപ്പോസിഷൻസ് എന്ന് വിളിക്കാം. പ്രപ്പോസിഷൻസ് എന്നുള്ള ടേം നമ്മൾ ഉപയോഗിക്കും. ട്രൂത്ത് ആപ്റ്റ് സെൻറ്റൻസ് എന്നുള്ള മീനിങ്ങിലാണ് അത് വരുന്നത്. പ്രപ്പോസിഷൻസ് എന്ന് കൂടി നമ്മൾ ഇതിനെ വിളിക്കും. ട്രൂത്ത് അപ്ലൈസ് ടു പ്രപ്പോസിഷൻ, നോട്ട് ടു ആർഗ്യുമെൻറ്റ്. ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കണം. ഇനി മുന്നോട്ട് പറയുമ്പോഴൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രൂത്ത് ഓർ ഫോൾസിറ്റി, ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമുക്ക് പറയാം. പക്ഷേ ഒരു ആർഗ്യുമെൻ്റ് മൊത്തം എടുത്തിട്ട്, അതായത് ഓൾ കാറ്റ്സ് ആർ മാമൽസ്, ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ? ട്രൂ ആണ്, റൈറ്റ്? അങ്ങനെ പറയാം. ഓൾ കാറ്റ്സ് ആർ മാമൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പറയാം. അതേസമയം ഓൾ കാറ്റ്സ് ആർ മാമൽസ്, ഓൾ മാമൽസ് ആർ ആനിമൽസ്, ഓൾ കാറ്റ്സ് ആർ ആനിമൽസ് എന്ന് പറയുന്ന ഈ ഒരു കംപ്ലീറ്റ് ആർഗ്യുമെൻ്റ് എടുത്തിട്ട് ആർഗ്യുമെൻ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നമ്മൾ പറയില്ല. പകരം എന്ത് പറയും? ആർഗ്യുമെൻ്റ് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് പറയും. ഓക്കെ. അതേപോലെ കോജൻ്റ് ആണോ നോൺ കോജൻ്റ് ആണോ എന്ന് പറയും. ഇതിൻ്റെ എല്ലാം മീനിങ് നമ്മൾ പറയാം. സോ വാലിഡിറ്റി അപ്ലൈസ് ടു ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്സ്. ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് ട്രൂത്ത്ഫുൾനെസ് അല്ല, വാലിഡിറ്റി ആണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയുള്ള പോയിന്റുകൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, അത് ഓർക്കണം. ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എയിംസ് അറ്റ് പ്രൂവിങ് സംതിങ്, എന്തോ അത് തെളിയിക്കാനാണ് ആർഗ്യുമെൻ്റ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം ഇതിനെ നമ്മൾ പ്രപ്പോസിഷൻസ് എന്ന് കൂടി വിളിക്കും. സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് ട്രൂത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ ആർഗ്യുമെൻറ്റ് മൊത്തം എടുത്തിട്ട് ട്രൂത്ത് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ, ഒരു ആർഗ്യുമെൻ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ, സോക്രട്ടീസ് ഈസ് എ ഹ്യൂമൻ. അങ്ങനെയാണെങ്കിൽ സോക്രട്ടീസ് ഈസ് മോർട്ടൽ. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ കണക്ട് ചെയ്യുന്ന ആ ഒരു രീതി, കണക്ട് ചെയ്തിട്ട് കൺക്ലൂഷനിലേക്ക് നയിക്കുന്ന ഈ ഒരു രീതിയെയാണ് നമ്മൾ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ആർഗ്യുമെൻ്റ് ഒരു ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് ആണ്. ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ടോട്ടാലിറ്റിയെ പറയും, ജനറലൈസ് ചെയ്യും. ആ ജനറൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും സ്പെസിഫിക്കിലേക്ക് വരുവാണെങ്കിൽ അത് ഡിഡക്റ്റീവാണ്. ഇവിടെ നിങ്ങൾ നോക്കി, ഫണലിംഗ് അപ്രോച്ച് എന്നൊക്കെ റിസർച്ച് പറയില്ലേ നമ്മൾ. എന്നാൽ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ബ്രോഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം തരുന്നു. ആ ബ്രോഡിനകത്ത് നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിഡക്റ്റീവ് റീസണിങ് ഓർ ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാലും മനസ്സിലാവും. ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ ഹ്യൂമൻസും മോർട്ടലാണെന്ന് ആദ്യം പറഞ്ഞു.
എന്നിട്ട് അതിനകത്ത് വരുന്ന ഒരു ഇൻഡിവിജ്വലിനെ എടുക്കുന്നു, ലൈക്ക് സോക്രട്ടീസ് എന്ന് പറയുന്ന ആ വ്യക്തിയെ എടുക്കുന്നു. ഇപ്പോൾ ലോകത്തുള്ള എല്ലാവരും മോർട്ടലാണെങ്കിൽ, സോക്രട്ടീസ് ഒരു ഹ്യൂമൻ ആണെങ്കിൽ, സോക്രട്ടീസും മോർട്ടലാണ്. ഓക്കെ. അപ്പോൾ ടോട്ടലിറ്റി ആദ്യം പറഞ്ഞു, ബ്രോഡായിട്ടുള്ള മൊത്തത്തിലുള്ളത് പറഞ്ഞിട്ട് അതിൽ നിന്നും ഒരു കോണ്ടെക്സ്റ്റ്, ഒരു പാർട്ട് മാത്രം എടുത്തു, ഒരു പർട്ടിക്കുലർ ആസ്പെക്ട് എടുത്തിട്ട് അതിനെയും ഈ ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ലെറ്റ് മീ ഷോ യു. ഡിഡക്റ്റീവ് റീസണിങ്ങിലേക്ക് വരാം. അതിനു മുമ്പ് രണ്ട് ഇമ്പോർട്ടൻറ്റ് ഡിസ്റ്റിങ്ഷൻസ് മനസ്സിലാക്കണം. ലോജിക്കാണ് നമ്മൾ പഠിക്കുന്നത്. ലോജിക്. എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ കെമിസ്ട്രി, ബയോളജി അങ്ങനെയുള്ള ഷുവർ നോളജുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എപ്പിസ്റ്റമോളജിയാണ്, തിയറി ഓഫ് നോളജ്. അവിടെ നമുക്ക് ട്രൂത്ത് ആണോ ഫോൾസ് ആണോ എന്ന് പറയാം. ലോജിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ട്രൂത്ത് ആൻഡ് ഫോൾസിറ്റി ഉപയോഗിക്കില്ല, പകരം വാലിഡ് ഓർ ഇൻവാലിഡ് എന്നുള്ളതാണ്, ഫോമാണ് പറയുന്നത്. അതായത് ലോജിക് ഈസ് ഓൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദി സ്ട്രക്ചർ ഓഫ് ദി ആർഗ്യുമെൻറ്റ്, നോട്ട് ബേസ്ഡ് ഓൺ ദി ട്രൂത്ത് ഓഫ് ദി ആർഗ്യുമെൻറ്റ് എന്നുള്ള ഓർത്തേക്കുക. ലോജിക്കൽ അത് കൃത്യമായിട്ട് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോജിക്കലാണ്. ദാറ്റ് മേ നോട്ട് ബി ട്രൂ, ദാറ്റ് ക്യാൻ ബി ലോജിക്കൽ. അതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ്. എപ്പിസ്റ്റമോളജിയാണ് നമ്മൾ ട്രൂത്ത് ആൻഡ് ഫോൾസിറ്റി അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എടുക്കുമ്പോൾ നമുക്ക് ട്രൂത്ത് ആൻഡ് ഫോൾസിറ്റി പറയാം. പക്ഷേ ലോജിക്കൽ റീസണിങ്ങിനകത്ത് ആർഗ്യുമെൻറ്റ് മൊത്തം എടുത്തിട്ട് നമുക്ക് ഒരിക്കലും ട്രൂത്തോ ഫോൾസോ ആണോ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. ഇതിൽ ഓർക്കേണ്ട, നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണത്, ചോദിച്ചിട്ടുള്ളതാണ് പലതവണ. ട്രൂത്തിനെയും മനസ്സിലാക്കുക, വാലിഡിറ്റിയും മനസ്സിലാക്കുക. ട്രൂത്ത് എപ്പിസ്റ്റമോളജിയുമായി ബന്ധപ്പെട്ടതാണ്, വാലിഡിറ്റി ഈസ് ലോജിക്കൽ റീസണിങ്ങുമായി ബന്ധപ്പെട്ടാണ്. സോ അസ്യൂമിങ് എവരി ആർഗ്യുമെന്റ് പ്രൂവ്സ് ഇറ്റ്സ് കൺക്ലൂഷൻ, ദാറ്റ് മേ നോട്ട് ബി റൈറ്റ്. എല്ലാ ആർഗ്യുമെന്റും കൺക്ലൂഷൻ പ്രൂവ് ചെയ്യണമെന്നില്ല. ചില ആർഗ്യുമെന്റ് ചിലപ്പോൾ സജസ്റ്റ് ചെയ്യും. അതൊക്കെ നമുക്ക് കാണാം, എങ്ങനെയാണ് ഓരോന്നും വരുന്നതെന്ന് മനസ്സിലാക്കാം. സോ ആദ്യത്തെ ടോപ്പിക്കിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ആദ്യത്തെ ടോപ്പിക്കിൽ ആർഗ്യുമെൻ്റ് സ്ട്രെച്ചിനെ പറ്റി പറഞ്ഞു, ആർഗ്യുമെൻ്റ് എന്താണെന്ന് പറഞ്ഞു, പ്രമീസസ് എന്താണ്, കൺക്ലൂഷൻ എന്താണെന്ന് പറഞ്ഞു. ദെൻ അവിടെ ഓർക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ആർഗ്യുമെൻറ്റ്സ് ഇൻഫറൻഷ്യലാണ്. ഇതിനകത്ത് ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളെയും നമ്മൾ പ്രപ്പോസിഷൻസ് എന്ന് വിളിക്കും. ട്രൂത്തും ഫോൾസിറ്റിയും എന്തുമായി ബന്ധപ്പെട്ട് പറയാം? പ്രപ്പോസിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പറയാം. ആർഗ്യുമെൻറ്റ് മൊത്തം എടുത്തിട്ട് ട്രൂത്ത് ഓർ ഫോൾസിറ്റി നമ്മൾ പറയരുത്. വാലിഡിറ്റിയാണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒരു എക്സാമ്പിൾ കണ്ടു. ഇത് ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് എക്സാമ്പിളാണെന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് ലോജിക് എപ്പിസ്റ്റമോളജി തമ്മിലുള്ള ഡിഫറൻസ് കണ്ടു. ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സ്മോൾ ടോപ്പിക് ആയി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ടത്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ് റൈറ്റ്. എനി ഡൗട്ട്സ്? ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. രണ്ടാമത്തെ ടോപ്പിക് ഏരിയ, ടൈപ്സ് ഓഫ് ആർഗ്യുമെൻറ്റ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ഒക്കെ വേണമെങ്കിൽ ചാറ്റിനകത്ത് ഇട്ടാൽ മതി, ഒരു കമൻറ്റ് ഇട്ടാൽ മതി, നമുക്കത് ഡിസ്കസ് ചെയ്യാം. രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആണ്. ഇപ്പോൾ ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്താണ് ഇതെന്ന് മനസ്സിലാക്കണം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്. സോ ലെറ്റ് സി. ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഇഫ് പ്രമിസസ് ആർ ട്രൂ, കൺക്ലൂഷൻ ഈസ് ഗ്യാരണ്ടീഡ് ടു ബി ട്രൂ. പ്രമിസിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ ഗ്യാരൻറ്റീഡ് ആയിരിക്കും, ഉറപ്പായിട്ടും ട്രൂ ആയിരിക്കും. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. സോ വാലിഡിറ്റി ഫോക്കസ് ഓൺ ദി ഫോം ഓഫ് ദി ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റ് പ്രോപ്പർലി സ്ട്രക്ചേർഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി വാലിഡ്. സൗണ്ട്നെസ് എന്ന് പറഞ്ഞാൽ ഈ ഫോമിൻ്റെ ഒപ്പം, വാലിഡിറ്റിയുടെ ഒപ്പം ട്രൂത്ത്ഫുൾനെസ് കൂടി വന്നാൽ, ഓരോ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണെങ്കിൽ അതിനെ നമുക്ക് സൗണ്ട് ആർഗ്യുമെന്റ് എന്ന് പറയാം. സോ വാലിഡിറ്റി എന്താ? ഡിഡക്റ്റീവ്ലി ആ സ്ട്രക്ചർ പ്രോപ്പർ ആണെങ്കിൽ വാലിഡ് ആണ്. സ്ട്രക്ചർ പ്രോപ്പർ ആണെങ്കിൽ വാലിഡ് ആണ്. ഇനി സൗണ്ട്നെസ് എന്ന് പറഞ്ഞാൽ വാലിഡിറ്റിയുടെ ഒപ്പം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം ട്രൂ ആയാൽ, ട്രൂ ആണെന്ന് നിർബന്ധമുണ്ടോ വാലിഡ് ആകാൻ? ഇല്ല. ട്രൂ ആകണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ട്രൂവും കൂടി ഉണ്ടെങ്കിൽ, ട്രൂത്ത്ഫുൾനെസ് കൂടി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സൗണ്ട് ആർഗ്യുമെന്റ് എന്ന് പറയും. ലെറ്റ് മീ ഷോ യു വൺ എക്സാമ്പിൾ. ഇവർ തന്നിരിക്കുന്ന ഒരു പ്രമിസ് നോക്കി. ഓൾ മെൻ ആർ മോർട്ടൽ. നമ്മൾ നേരത്തെ കണ്ട അതേ എക്സാമ്പിളാണ്. ഓൾ മെൻ ആർ മോർട്ടൽ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നു. സോക്രട്ടീസ് ഇസ് എ മാൻ. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണെങ്കിൽ ദി കൺക്ലൂഷൻ ഈസ് ഗ്യാരൻറ്റീഡ് ടു ബി ട്രൂ, അല്ലേ? അങ്ങനെയല്ല ഇവിടെ നോക്കി. എല്ലാ മെന്നും, ലോകത്തുള്ള എല്ലാ മെന്നും മോർട്ടലാണ്. സോക്രട്ടീസ് ഒരു മനുഷ്യനുമാണെങ്കിൽ കൺക്ലൂഷനായിട്ടുള്ള സോക്രട്ടീസ് ഈസ് മോർട്ടൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നെസസിറ്റിയിലൂടെ ട്രൂ ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ്സ് ഗ്യാരൻറ്റീഡ് ടു ബി ട്രൂ എന്ന് പറയാം. ഉറപ്പായിട്ടും ട്രൂ ആയിരിക്കും. അത്തരം ആർഗ്യുമെൻസിനെയാണ് ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്സിൽ ഓർക്കുക, വാലിഡ് ആർഗ്യുമെൻറ്റ് മേ നോട്ട് ബി ട്രൂ പ്രമിസസ്. വാലിഡ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് ട്രൂ പ്രമിസസ് ആവണം നിർബന്ധമുണ്ടോ?
അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വാലിഡിറ്റി ആൻഡ് ട്രൂത്ത്ഫുൾനെസ് ഇസ് ഡിഫറെൻറ്റ്. രണ്ടും ഒരുപോലെ ആണെന്നില്ല. വാലിഡ് ആർഗ്യുമെൻറ്റ് ട്രൂ ആണെന്ന് യാതൊരു നിർബന്ധവുമില്ല. ബട്ട് ട്രൂ പ്രമിസസ് ആണെങ്കിൽ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ്. തന്നിരിക്കുന്ന പ്രമിസുകൾ ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ ട്രൂ ആയിരിക്കണം. കുറച്ച് തിയറിറ്റിക്കൽ റൂൾസ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഇതെല്ലാം കൃത്യമായിട്ട് ഓർത്താൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ തന്നിരിക്കുന്ന പ്രമിസുകൾ രണ്ടും ട്രൂ ആണെങ്കിൽ, ഈ തന്നിരിക്കുന്ന നമ്മളുടെ എക്സാമ്പിളിൽ രണ്ട് പ്രമിസും ട്രൂ ആയിരുന്നില്ലേ? ഓൾ മെൻ ആർ മോർട്ടൽ, സോക്രട്ടീസ് ഈസ് എ മാൻ, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് കൺക്ലൂഷൻ നെസസിറ്റിയോടുകൂടി ട്രൂ ആയിരിക്കണം. ഓക്കെ. ഇതിൽ പ്രമിസുകൾ ഫോൾസ് ആണെങ്കിലോ? പ്രമിസുകൾ ഫോൾസ് ആണെങ്കിൽ കൺക്ലൂഷൻ ട്രൂവും ആകാം ഫോൾസും ആകാം. ഇതാണ് നമ്മുടെ റിലേഷൻ. അതായത് ട്രൂ പ്രമിസസ് ആണെങ്കിൽ ഒരു കാരണവശാലും ഫോൾസ് കൺക്ലൂഷൻ വരാൻ പാടില്ല. ട്രൂ പ്രമിസ് ആണെങ്കിൽ ഒരു കാരണവശാലും ഫോൾസ് കൺക്ലൂഷൻ വരില്ല, ട്രൂ കൺക്ലൂഷൻ തന്നെ വരൂ. ഇത് ഇപ്പം പറഞ്ഞതുപോലെ ഒന്ന് ഓർത്ത് വച്ചേക്കണം. ട്രൂ പ്രമിസസ് ആണെങ്കിൽ ട്രൂ കൺക്ലൂഷൻ മാത്രമേ വരൂ. ഫോൾസ് പ്രമിസസ് ആണെങ്കിൽ ട്രൂവോ ഫോൾസോ ആകാം. ഓക്കെ. സോ വാലിഡ് ആർഗ്യുമെന്റ്സ് കാനോട്ട് ഹാവ് ട്രൂ പ്രമിസസ് ആൻഡ് ഫോൾസ് കൺക്ലൂഷൻ. ഇതാണ് ഞാൻ പറഞ്ഞത്. ട്രൂ പ്രമിസസ് വന്നിട്ട് അതിനകത്തൊന്നും ഫോൾസ് കൺക്ലൂഷൻ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. ട്രൂ പ്രമിസസ് ആണെങ്കിൽ ട്രൂ കൺക്ലൂഷൻ തന്നെയായിരിക്കും. ട്രൂത്ത് ഓഫ് പ്രമിസസ് ഡസിൻറ്റ് എൻഷുർ വാലിഡിറ്റി. ട്രൂ ആണെന്നുള്ളതുകൊണ്ട് ഒരു കാരണവശാലും അത് വാലിഡ് ആകണമെന്നില്ല. വാലിഡിറ്റി ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടതാണ്. ഐ തിങ്ക് ഐ ഹാവ് എൻ എക്സാമ്പിൾ ഹിയർ. ഓർ ഞാനത് ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങളൊന്ന് കേൾക്കണം. ഓക്കെ. ജസ്റ്റ് ഒന്ന് ലിസൺ. മാർക്കർ എൻ്റെ കയ്യിൽ ഇപ്പോൾ കയ്യിൽ കറൻ്റ്ലി അത് വർക്ക് ചെയ്യുന്നില്ല. നെക്സ്റ്റ് സെക്ഷൻ ആകുമ്പോഴത്തേന് അതിൻ്റെ മാർക്കർ ഞാൻ കൊണ്ടുവരും, പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ അത് സൈഡിൽ എഴുതി കാണിക്കാമല്ലോ. ഇപ്പോൾ എന്തായാലും ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമതായിട്ട് ലിസൺ. ഓൾ ഡ്രാഗൺസ് ആർ, നേരത്തെ നമ്മൾ പറഞ്ഞ ക്യാറ്റ് മാറ്റിയിട്ട് ഡ്രാഗൺ ആക്കുമെന്ന് വിചാരിക്കാം. നേരത്തെ നമ്മൾ ക്യാറ്റ് എന്ന് പറഞ്ഞില്ലേ, അതിനെ മാറ്റിയിട്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് ഡ്രാഗൺ ആക്കും. സോ ഓൾ ഡ്രാഗൺസ് ആർ മാമൽസ് എന്ന് ഞാൻ പറയുന്നു. ഓൾ ഡ്രാഗൺസ് ആർ മാമൽസ്. രണ്ടാമതായിട്ട് ഓൾ മാമൽസ് ആർ ആനിമൽസ്. ദെയർഫോർ ഓൾ ഡ്രാഗൺസ് ആർ മാമൽസ്. വാട്ട് യു തിങ്ക്? ഈ ആർഗ്യുമെന്റ് വാലിഡ് ആണോ? നമ്മൾ നേരത്തെ ക്യാറ്റിനെ പറഞ്ഞില്ലേ, ഓൾ ക്യാറ്റ്സ് ആർ മാമൽസ്, ഓൾ മാമൽസ് ആർ ആനിമൽസ്, ദെയർഫോർ ഓൾ ക്യാറ്റ്സ് ആർ ആനിമൽസ് എന്ന് പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റിൽ ക്യാറ്റിനെ മാറ്റിയിട്ട് ഞാൻ ഡ്രാഗണെ ആക്കുന്നു. ഓൾ ഡ്രാഗൺസ് ആർ മാമൽസ്, ദെൻ ഓൾ മാമൽസ് ആർ ആനിമൽസ്, ദെയർഫോർ ഓൾ ഡ്രാഗൺസ് ആർ ആനിമൽസ്. സോ ഈസ് ഇറ്റ് ട്രൂ? ഡ്രാഗൺസ് എന്ന് പറയുന്ന ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഐറ്റമാണ്. അതിനെപ്പറ്റി നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു ഐറ്റം റിയാലിറ്റിയിൽ ഉണ്ടോ എന്ന് അറിയില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇത് മാമലാണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ? അല്ല. അല്ല, ഞാൻ പറയുന്നു ഇതിപ്പോൾ അങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആണെങ്കിൽ ലെറ്റ് മീ ടെൽ യു, ഓൾ ഡ്രാഗൺസ് ആർ ഡോഗ്സ്. എല്ലാ ഡ്രാഗൺസും ഡോഗ്സ് ആണ്. ഓൾ ഡോഗ്സ് ആർ ആനിമൽസ്, ദെയർഫോർ ഓൾ ഡ്രാഗൺസ് ആർ ആനിമൽസ് എന്ന് പറഞ്ഞാൽ യു തിങ്ക് ഇറ്റ് ഈസ് ട്രൂ ആണോ? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. ആണോ? ട്രൂ ആണോ? അല്ല. റൈറ്റ്. ട്രൂ അല്ല. പക്ഷേ സീ ദി സ്ട്രക്ചർ പ്രകാരം എങ്ങനെ വന്നിരിക്കുന്നത്? ഓൾ ഡ്രാഗൺസ് ആർ ഡോഗ്സ്. എല്ലാ ഡ്രാഗണും ഡോഗ്സ് ആണ്. എല്ലാ ഡോഗ്സും ആനിമൽസ് ആണ്. അപ്പോൾ ഡ്രാഗൺ എന്ന് പറയുന്നത് ഒരു ആനിമലായി. സോ കൺക്ലൂഷൻ പറയുന്നത് എന്താ? ഓൾ ഡ്രാഗൺസ് ആർ ആനിമൽ. സോ ദാറ്റ് ഈസ് വാലിഡ്. സ്ട്രക്ചറലി ഇറ്റ് ഈസ് വാലിഡ്. പക്ഷേ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ട്രൂ അല്ല. അതാണ് പറഞ്ഞത്. പ്രമിസസ് ട്രൂ ആണ് എന്നുള്ളത് ഒരിക്കലും വാലിഡിറ്റി എൻഷുർ ചെയ്യണം നിർബന്ധമില്ല. അതേപോലെ തന്നെ സ്ട്രക്ചറാണ് വാലിഡിറ്റി എൻഷുർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇസ് ഇറ്റ് ക്ലിയർ?
ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ് റൈറ്റ്. ശരി. ഇനി അപ്പോൾ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് പറഞ്ഞു, രണ്ടാമത്തെ ടൈപ്പാണ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്. ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെയല്ല. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ഒരു എക്സാമ്പിൾ ഇവിടെ കണ്ടോ? പറയുന്നത് എന്താ? ജസ്റ്റ് സീ, 1,000 swans were seen. ഐ ഹാവ് സീൻ 1,000 swans. ഞാനത് സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് തന്നെ പറയാം. ഞാനൊരു 1,000 swans കണ്ടു. 1000 അരയണത്തെ കണ്ടു, അല്ലെങ്കിൽ 1000 ഹംസത്തെ കണ്ടു എന്ന് വിചാരിക്കാം. ഈ 1000 അരയണത്തിൽ ഓൾ ഓഫ് ദം വെർ വൈറ്റ്. ഞാൻ കണ്ടവയെല്ലാം വെള്ളയായിരുന്നു. ദെൻ ഐ എം കൺക്ലൂഡിങ് ദാറ്റ് ഓൾ സ്വാൻസ് ആർ വൈറ്റ്. ഇത് ശരിയാവണമെന്നുണ്ടോ? ഇസ് ഇറ്റ് ഡിഡക്റ്റീവ്? ഡിഡക്റ്റീവ് എന്താ? ലോകത്തുള്ള എല്ലാത്തിനെയും കണ്ടു, എല്ലാം വൈറ്റ് ആണ്, അപ്പോൾ ഈ കാണുന്ന ഇതും വൈറ്റ് ആണെന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷെ ഇവിടെ എങ്ങനെയാ? ഞാൻ കണ്ടിരിക്കുന്ന ഒരു സാമ്പിളാണ്, 1000 എണ്ണമാണ്. ഈ 1000ത്തിൽ നിന്നും ടോട്ടൽ പോപ്പുലേഷൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. ഞാൻ കണ്ട 1000 എണ്ണം വൈറ്റ് ആയതുകൊണ്ട് ലോകത്തുള്ളവയെല്ലാം വൈറ്റ് ആയിരിക്കും എന്ന് പറയുമ്പോൾ ദാറ്റ് മേ നോട്ട് ബി ട്രൂ. പ്രോബബ്ലി ട്രൂ ആകും, പക്ഷേ സർട്ടനിറ്റിയോടുകൂടി നമുക്ക് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് പറഞ്ഞതുപോലെ ഉറപ്പിച്ച് ഒരിക്കലും പറയാൻ സാധിക്കില്ല. പ്രമിസസ് മേക്ക് കൺക്ലൂഷൻ പ്രോബബിൾ നോട്ട് സർട്ടൻ. അവിടെ എങ്ങനെയായിരുന്നു? പ്രമിസസ് മേക്സ് കൺക്ലൂഷൻ സർട്ടൻ. ആ പ്രമിസുകൾ ഗ്യാരണ്ടിയാണ് കൺക്ലൂഷൻ കൊടുക്കുന്നത്. ഇവിടെയോ പ്രമിസസ് കൺക്ലൂഷൻ പ്രോബബിൾ ആക്കുന്നു. ചാൻസ് ഇസ് ദർ. ഇതിങ്ങനെ ആയതുകൊണ്ട് ലോകത്തുള്ളവയെല്ലാം അങ്ങനെ ആയിരിക്കാം എന്നേ പറയാൻ സാധിക്കൂ. സർട്ടനിറ്റിയോടുകൂടി ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പാറ്റേൺസ് ആൻഡ് ഒബ്സർവേഷൻസ്. ഇവിടെയാണ് നമ്മൾ വാലിഡ് അല്ല ഉപയോഗിക്കുന്നത്. വാലിഡിറ്റി എവിടെയാ? ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിൽ നമ്മൾ വാലിഡിറ്റി ഉപയോഗിച്ചെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കോജൻസിയാണ്. കോജന്റ് ആർഗ്യുമെന്റ്. സൗണ്ട് ആർഗ്യുമെന്റ് എന്ന് ഡിഡക്റ്റീവ് പറഞ്ഞില്ലേ? ആ സൗണ്ട് ആർഗ്യുമെന്റിന് പകരം ഇവിടെ ഉപയോഗിക്കുന്നത് കോജന്റ് ആർഗ്യുമെന്റ് ആണ്. അതായത് സ്ട്രോങ് ആവണം. അവിടെ വാലിഡ് ആണെങ്കിൽ ഇവിടെ സ്ട്രോങ് ആണ്, സ്ട്രെങ്ത് ആണ്. സ്ട്രോങ് ആകണം. അതോടൊപ്പം ട്രൂ പ്രമിസുകൾ വന്നു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് കോജന്റ് ആർഗ്യുമെന്റ് എന്ന് പറയാം. ആർഗ്യുമെന്റ് സ്ട്രോങ് ആണ്, പ്രമിസുകൾ ട്രൂ ആണെങ്കിൽ കോജന്റ് ആർഗ്യുമെന്റ്. പുതിയ കുറച്ച് ടേമുകളാണ്. ആ പുതിയ ടേമുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ യു മസ്റ്റ് നോ വാട്ട് ഈസ് വാലിഡിറ്റി, വാട്ട് ഈസ് സൗണ്ട്നെസ്, വാട്ട് ഈസ് strength, and what do you mean by cogent argument. സോ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിൽ വാലിഡിറ്റി എന്ന് പറയുന്നത് സ്ട്രെച്ചർ പ്രോപ്പർ ആണെങ്കിൽ അത് വാലിഡ് ആണ്. സൗണ്ട് ആവുന്ന എപ്പോഴാണ്? വാലിഡിറ്റിയുടെ ഒപ്പം ട്രൂത്ത്ഫുൾനെസ് കൂടി വന്നു കഴിഞ്ഞാൽ സൗണ്ടായി. ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റിൽ നമ്മൾ പറയുന്നത് സ്ട്രോങ് ആണെങ്കിൽ, ആർഗ്യുമെന്റ് സ്ട്രോങ് ആണെങ്കിൽ എന്നുള്ള ടേമാണ് വാലിഡിറ്റിക്ക് പകരം ഉപയോഗിക്കുന്നത്. സ്ട്രെങ്ത് ഉപയോഗിക്കും. ആ സ്ട്രോങ് ആർഗ്യുമെന്റിൻ്റെ ഒപ്പം എന്തുകൂടി വരണം? ട്രൂ പ്രമിസുകൾ കൂടി വന്നു കഴിഞ്ഞാൽ ആർഗ്യുമെന്റ് കോജന്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഇവിടെ കണ്ട 1,000 swans വെയർ വൈറ്റ്. ആ 1,000 swans വൈറ്റ് ആയതുകൊണ്ട് ലോകത്തുള്ളവയെല്ലാം വൈറ്റ് ആയിരിക്കും. പ്രോബബ്ലി. പക്ഷേ ദർ മേ ബി എ ബ്ലാക്ക് സ്വാൻ ഉണ്ടാകാം. അത് നമുക്കറിയില്ല. നമ്മൾ കണ്ടതിനെ വെച്ചിട്ട് 1,000 swans വൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് ലോകത്തുള്ളവയെല്ലാം വൈറ്റ് ആണ് എന്ന് പറയുവാണെങ്കിൽ അതാണ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്. സോ നമ്മൾ റിസർച്ചൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇത്തരം ആർഗ്യുമെന്റ്സാണ് ഉപയോഗിക്കുന്നത്. നമ്മളിതിൻ്റെ സാമ്പിൾ എടുക്കുന്നു, സാമ്പിൾ എടുത്തതിന് ശേഷം പോപ്പുലേഷൻ ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നതാണ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്. കൺക്ലൂഷൻ മേ സ്റ്റിൽ ബി ഫോൾസ് ഈവൻ ഇഫ് ഓൾ പ്രമിസസ് ആർ ട്രൂ. പ്രമിസുകളെല്ലാം ട്രൂ ആണ്. ഈ തന്നിരിക്കുന്ന ഞാൻ കണ്ട 1000 ആര്യങ്ങൾ വൈറ്റ് ആയിരുന്നു, എന്നിരുന്നാലും കൺക്ലൂഷൻ എന്താകാം? ഫോൾസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് എങ്ങനെ സംഭവിക്കൂ? ഇല്ല. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിൽ കൺക്ലൂഷൻ ട്രൂ ആണെങ്കിൽ, അല്ല സോറി, നമ്മുടെ പ്രമിസുകൾ ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് സർട്ടനിറ്റിയോടുകൂടി ട്രൂ ആയിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ ടൈപ്പ്. ഈ രണ്ട് ടൈപ്പാണ് ബേസ്. ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആർഗ്യുമെന്റ്. ഇനിയുള്ളതെല്ലാം അതിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻ ആണ്, ലൈക്ക് അബ്ഡക്റ്റീവ് ആർഗ്യുമെന്റ്. അബ്ഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിളൂടെ പറയാം. നമ്മൾ ഒരു യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയപ്പോൾ നമ്മളുടെ വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയാണ്. നമ്മളുടെ അകത്തുള്ള സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. നമുക്ക് എന്തു പറയാൻ പറ്റും? എന്തു പറയാൻ പറ്റും? ഒരു കള്ളൻ കയറിയിട്ടുണ്ടാകാമെന്ന് പറയാം. ഇതൊരു ടൈപ്പ് ഓഫ് ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റാണ്. ഇതിനെയാണ് അബ്ഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ആ ഒരു സിറ്റുവേഷനെ വെച്ചുകൊണ്ടുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ, അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ വെച്ചുകൊണ്ടുള്ള ഏറ്റവും ബെസ്റ്റ് എക്സ്പ്ലനേഷൻ. ദിസ് ഈസ് കോൾഡ് അബ്ഡക്റ്റീവ് ആർഗ്യുമെന്റ്. ഓൾസോ കോൾഡ് ഇൻഫറൻസ് ടു ദി ബെസ്റ്റ് എക്സ്പ്ലനേഷൻ, യൂസ്ഡ് വെൻ എവിഡൻസ് സജസ്റ്റ് ലൈക്ലി കോസ് ഓർ എക്സ്പ്ലനേഷൻ. അതായത് ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഇതാണ്, ആ എവിഡൻസ് വെച്ചുകൊണ്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് ഇതാണ്.
അതാണ് ആക്ച്വലി അബ്ഡക്റ്റീവ് ആർഗ്യുമെൻറ്റ്. ഓക്കെ. രണ്ടാമത്തത് നാലാമതായിട്ട് പറയാനുള്ളത് അനലോജിക്കൽ ആർഗ്യുമെൻ്റ് ആണ്. അനലോജിക്കൽ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ആണ്. അനലോജി എന്താ? കമ്പയർ ചെയ്യുകയാണ്. സോ വി ആർ കമ്പയറിങ് ടു സിറ്റുവേഷൻസ്. ഇഫ് ദേ ആർ എലൈക്ക് ഇൻ സം വേസ്, ദേ ആർ എലൈക്ക് ഇൻ സം അതർ വേസ്. രണ്ട് സിറ്റുവേഷൻസ് ഉണ്ടാവണം. രണ്ട് ഐറ്റംസ് അല്ല, രണ്ട് സിറ്റുവേഷൻസ്. അതായത് ഇതിങ്ങനെ വർക്ക് ചെയ്ത് ഇങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് മറ്റൊരു രീതിയിലും റിലേറ്റ് ചെയ്തിട്ടുണ്ടാകാം എന്ന് ചേർത്ത് പറഞ്ഞാൽ മാത്രമേ അത് അനലോജിക്കൽ ആർഗ്യുമെൻ്റ് ആകും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അനലോജിക്കൽ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കമ്പയർസ് ടു സിറ്റുവേഷൻസ്. ഇഫ് ദേ ആർ അലൈക്ക് ഇൻ സം വേസ്, ദേ ആർ അലൈക്ക് ഇൻ അതർ വേസ് ആസ് വെൽ. അതായത് ഓഫൺ യൂസ്ഡ് ഇൻ യോ ലോ എത്തിക്സ് ഓർ AI, അവിടെയൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഹാർട്ട് ഈസ് ലൈക്ക് എ പമ്പ് എന്ന് പറയുമ്പോൾ ഹാർട്ട് ഫങ്ഷൻ ചെയ്യുന്നത് ഒരുപോലാണ്. ഹാർട്ടും പമ്പും ഫങ്ഷൻ ചെയ്യുന്ന ഒരുപോലാണ്. ആ ഒരു റിലേഷൻ കിട്ടി. ഇനി അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കാം? പമ്പ് ഫെയിൽ ആവാറുണ്ട്, അതേപോലെ ഹാർട്ടും ഫെയിൽ ആകാം. ഫങ്ഷൻ ചെയ്യുമ്പോഴും ഒരുപോലാണ് എന്നുള്ളതുകൊണ്ട് സെക്കൻഡ് സിറ്റുവേഷൻ എടുത്തിട്ടു. ആ സെക്കൻഡ് സിറ്റുവേഷൻ പമ്പ് ഫെയിൽ ആകുന്നത് പോലെ ആർക്കും ഫെയിൽ ആകാം, ഹാർട്ടിനും ഫെയിൽ ആകാം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും പറയണം. ആദ്യത്തെ ഒരു കമ്പാരിസൺ വേണം, രണ്ടാമത് അതേ ഐറ്റത്തെ മറ്റൊരു രീതിയിൽ കൂടി കമ്പയർ ചെയ്യണം. അങ്ങനെ രണ്ട് കമ്പാരിസൺ വന്നാൽ മാത്രമേ അത് അനലോജിക്കൽ ആർഗ്യുമെൻ്റ് ആവും. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, രണ്ട് കമ്പാരിസൺ വന്നാൽ മാത്രമേ അത് അനലോജിക്കൽ ആർഗ്യുമെൻ്റ് ആകൂ. അല്ലെങ്കിൽ അത് അത് ആർഗ്യുമെൻറ്റീവ് യൂസ് ഓഫ് അനലോജി എന്ന് പറയും. അനലോജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷേ അത് അനലോജിക്കൽ ആർഗ്യുമെൻ്റ് അല്ല, നോൺ ആർഗ്യുമെൻറ്റീവ് യൂസ് ഓഫ് അനലോജി ആണ്. ഓക്കെ. ഇതാണ് ആർഗ്യുമെൻ്റ് യൂസ് ഓഫ് അനലോജി. രണ്ട് സാഹചര്യത്തിൽ ഇതിനെ തമ്മിൽ റിലേറ്റ് ചെയ്താൽ മാത്രമേ അത് ആർഗ്യുമെൻ്റ് യൂസ് ഓഫ് അനലോജി ആകൂ. അല്ലാതെ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ അതൊരു നോൺ ആർഗ്യുമെൻറ്റീവ് യൂസ് ഓഫ് അനലോജി ആണ്. ഓക്കെ. എനിവേ, അനലോജിക്കൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡക്റ്റീവ് ആർഗ്യുമെൻ്റ് മറ്റൊരു ടൈപ്പാണ്. ഇനി വീണ്ടും മറ്റു ചില ആർഗ്യുമെൻറ്റ്സ് പറയാം. കോസൽ ആർഗ്യുമെൻറ്റ്. കോസൽ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് കാരണം ഞാൻ ഇന്നത് ചെയ്തതാണ്. ഓക്കെ. ലൈക്ക് ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ ടീം കളി ജയിച്ചു. ഞാൻ ഇന്നലെ ഈ ടീഷർട്ടാണ് ഇട്ടിരുന്നത്, ഞാൻ ആ ടീഷർട്ട് ഇട്ടുകൊണ്ടാണ് കളി ജയിച്ചത് എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ഒരു പ്രവൃത്തി കാരണമാണ്, ഒരു ബന്ധമില്ലാത്ത രണ്ട് സിറ്റുവേഷൻ ആകും. വൺ തിങ് കോസ് അനദർ. ഇത് കാരണമാണ് ഇത് സംഭവിച്ചത് എന്ന് പറയുമ്പോൾ അവിടെ വന്നിരിക്കുന്ന ആർഗ്യുമെന്റിനെയാണ് കോസൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ലക്കി ടീഷർട്ട് ഇട്ടുകൊണ്ടാണ് കളി ജയിച്ചത് എന്ന് പറയുമ്പോൾ അത്തരം സിറ്റുവേഷൻസ് ആണ് കോസൽ ആർഗ്യുമെന്റിൽ വരുന്നത്. മോറൽ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ട് നിങ്ങളത് ചെയ്ത് ശരിയല്ല, എത്തിക്കലി നിങ്ങൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് മോറൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. ഹൈപ്പോത്തറ്റിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ദെൻ, മഴ പെയ്യുകയാണെങ്കിൽ കളി നടക്കില്ല. സോ ഈഫ് ഇഫ് ഇറ്റ് റെയിൻസ്, അപ്പോൾ ആ ഈഫ് സിറ്റുവേഷൻ ഉണ്ട് അല്ലേ, കണ്ടീഷനിലാണ്. അതോ മഴ പെയ്യുവാണെങ്കിൽ ദർ വോണ്ട് ബി എനി പ്ലേ. അങ്ങനെ പറയുന്നതിനെയാണ് ഹൈപ്പോത്തറ്റിക്കൽ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. സോ 5 ഡിഫറെൻറ്റ് ടൈപ്സിലേക്ക് നമ്മൾ വന്നു. ജസ്റ്റ് ഒരു ക്വിക്ക് കമ്പാരിസൺ നടത്തുവാണെങ്കിൽ, ഡെറ്റീവ് ആർഗ്യുമെന്റ് എന്നാണ്, ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. ട്രൂത്ത് ഈസ് ഗ്യാരൻറ്റീഡ്. ഇൻഡക്റ്റീവ് ആണെങ്കിലോ പ്രോബബ്ലി ട്രൂ, പ്രോബബ്ലി നമ്മൾ കണ്ടിരിക്കുന്ന കുറച്ച് പേരെ ബേസ് ചെയ്തുകൊണ്ട് എല്ലാവരും അങ്ങനെയാണ് എന്ന് പറയുന്നതാണ് ഇൻഡക്റ്റീവ്. ഓക്കെ. ദെൻ കംസ് അബ്ഡക്റ്റീവ്. അബ്ഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഗെസ് ആണ്. ഈ ഗിവൺ സിറ്റുവേഷനിലെ ഏറ്റവും ബെസ്റ്റ് ഗെസ്സിനെയാണ് അബ്ഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. അനലോജിക്കൽ ആർഗ്യുമെന്റ് എഗെയിൻ സിമിലാരിറ്റി, ഒന്നിനെ മറ്റൊന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള റീസണിങ് ആണ്. സോ ലെറ്റ് മീ ഷോ യു സം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ കമ്പയർ ചെയ്തിട്ട് മനസ്സിലാക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ്ലി അപ്ലൈ ടു ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്സ്. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് പറയണം. ഫസ്റ്റ്, ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്സ് ആർ എയ്തർ വാലിഡ് ഓർ ഇൻവാലിഡ്. ശരിയാണോ? വാലിഡിറ്റി എന്ന് പറയുന്നത് ആരുടെ ഫീച്ചറാണ്? ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ഫീച്ചർ ആണോ എന്ന് ചിന്തിക്കുക. അല്ലേ? ഡെഫിനറ്റ്ലി ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ഫീച്ചർ ആണ് വാലിഡിറ്റി അല്ലെങ്കിൽ ഇൻവാലിഡ് എന്ന് പറയുന്നത് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ഫീച്ചർ ആണ്. ദർ മസ്റ്റ് ബി എ നെസസറി റിലേഷൻ ബിറ്റ്വീൻ premisses ആൻഡ് കൺക്ലൂഷൻ. ആഡിങ് ന്യൂ premises improves വാലിഡിറ്റി. ഫോൾസ് premises മേ ലീഡ് ടു ട്രൂ കൺക്ലൂഷൻ. ഈ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് ശരിയെന്നൊന്ന് കമന്റ് ചെയ്തേ.
ഏതൊക്കെയാ ശരി? നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. ഏതൊക്കെയാ? ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ്സ് ആർ ഈതർ വാലിഡ് ആൻഡ് ഇൻവാലിഡ്, ശരിയാണോ എന്ന് ചിന്തിക്കുക. ദർ മസ്റ്റ് ബി നെസസറി റിലേഷൻ ബിറ്റ്വീൻ പ്രമിസ് ആൻഡ് കൺക്ലൂഷൻ, വേണ്ടേ? പ്രമിസും കൺക്ലൂഷനും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻ ഉണ്ടാവണം. ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് നാലാമത്തെ ഓപ്ഷനാണ്, ഡി. ഡി പറയുന്നത് എന്താ? ഫോൾസ് പ്രമിസസ് മേ ലീഡ് ടു ട്രൂ കൺക്ലൂഷൻ, ശരിയാണോ? നമ്മളവിടെ പറയുന്ന ഒറ്റ റൂളേ ഉള്ളൂ. ട്രൂ പ്രമിസസ് ആണെങ്കിൽ ഒരു കാരണവശാലും ഫോൾസ് കൺക്ലൂഷൻ വരാൻ പാടില്ല. ഇത് മാത്രമേ ഉള്ളൂ. ട്രൂ പ്രമിസസ് ആണെങ്കിൽ ഫോൾസ് കൺക്ലൂഷൻ വരാൻ പാടില്ല. ട്രൂ പ്രമിസസിന് എപ്പോഴും ട്രൂ കൺക്ലൂഷൻ ആയിരിക്കും. ഫോൾസ് പ്രമിസസ് ആണെങ്കിലോ, ഫോൾസ് പ്രമിസസിന് ട്രൂവും ആകാം ഫോൾസും ആകാം. സോ രണ്ടും പോസിബിൾ ആണെന്നുള്ളതാണ് ഓർക്കേണ്ടത്. ഓക്കെ. സോ ഓപ്ഷൻ ഡി പറയുന്നത് ശരിയാണ്. ആൻഡ് എ ശരിയാണ്, ബി ശരിയാണ്. പുതിയ പ്രമിസുകൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് വാലിഡിറ്റി ഇംപ്രൂവ് ചെയ്യുമെന്ന് പറയുന്നത് തെറ്റാണ്. പുതിയ പ്രമിസസ് ആഡ് ചെയ്യണമെങ്കിൽ വാലിഡിറ്റി ഇംപ്രൂവ് ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ല. പുതിയ പ്രമിസസ് ആഡ് ചെയ്യുമ്പോൾ കോംപ്ലക്സ് ആവുകയുള്ളൂ. ദാറ്റ് മേ നോട്ട് ലീഡ് ടു വാലിഡിറ്റി. അപ്പോൾ തന്നിരിക്കുന്നതിൽ റൈറ്റ് ആൻസർ എ, ബി ആൻഡ് ഡി ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. Given below are two statements. One is labeled assertion and second is labeled reason. അസഷൻ പറയുന്നത് എ വാലിഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് വിത്ത് ഓൾ ട്രൂ പ്രമിസസ് വിൽ ലീഡ് ടു എ ട്രൂ കൺക്ലൂഷൻ. പ്രമിസുകളെല്ലാം ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ ട്രൂ ആയിരിക്കും, ശരിയാണോ? റീസൺ, ഇൻ എ വാലിഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ദി കൺക്ലൂഷൻ ഫോളോസ് ഫ്രം ദി പ്രമിസസ് വിത്ത് അബ്സല്യൂട്ട് നെസസിറ്റി. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണെങ്കിൽ കൺക്ലൂഷൻ പ്രമിസുകളിൽ തന്നെ ഫോളോ ചെയ്യും എന്നുള്ളത് അബ്സല്യൂട്ട് നെസസിറ്റി ആണ്. സോ വാട്ട് യു തിങ്ക്? നമ്മൾ ഇത്രയും പറഞ്ഞതല്ലേ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണോ എന്ന്. ഏതാ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ റൈറ്റ് ആൻസർ? ഓപ്ഷൻ എ, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ആൻഡ് ഇറ്റ് ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഓപ്ഷൻ ബി, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ. ഓപ്ഷൻ സി, എ ഈസ് ട്രൂ ആൻഡ് ബട്ട് ആർ ഈസ് ഫോൾസ്. ഡി പറയുന്നത് എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. ഏതാ ശരി? എന്തു പറ്റി? എനിക്ക് ആൻസർ ഒന്നും കിട്ടുന്നില്ലല്ലോ, എന്തു പറ്റി? ക്ലിയർ ആയില്ലേ? ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി എന്താ അവൾ പറഞ്ഞത്? ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് ആണെങ്കിൽ വിത്ത് ഓൾ ട്രൂ പ്രമിസസ്, ട്രൂ പ്രമിസ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കണം? ട്രൂ കൺക്ലൂഷൻ തന്നെ ആയിരിക്കണം. റൈറ്റ്? ട്രൂ പ്രമിസ് വന്നു കഴിഞ്ഞാൽ ട്രൂ കൺക്ലൂഷൻ തന്നെ ആയിരിക്കണം. എ വാലിഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റ് വിത്ത് ഓൾ ട്രൂ പ്രമിസസ് വിൽ ലീഡ് ടു ട്രൂ കൺക്ലൂഷൻ എന്നത് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താ? അതിനുള്ള കാരണമായിരിക്കണം. അതൊരു ക്വസ്റ്റ്യൻ ആയി കഴിഞ്ഞാൽ എന്തുകൊണ്ടെന്നുള്ളതിൻ്റെ ഉത്തരമായിരിക്കണം റീസൺ വരേണ്ടത്. ഇൻ എ വാലിഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ദി കൺക്ലൂഷൻ ഫോളോസ് ഫ്രം ദി പ്രമിസസ് വിത്ത് ആബ്സല്യൂട്ട് നെസസിറ്റി. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ക്വാളിറ്റിയാണത്. പ്രമിസുകളിൽ നിന്നും തന്നെ എൻറ്റയർ ചെയ്തെടുക്കുന്ന, അതിൽ നിന്ന് ഡയറക്റ്റ്ലി എടുക്കുന്നതാണ് കൺക്ലൂഷൻ. അപ്പോൾ അതുകൊണ്ട് പ്രമിസുകൾ ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ മസ്റ്റായിട്ടും ട്രൂ ആയിരിക്കും. സോ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് ആൻഡ് ഇറ്റ് ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. സോ യു ക്യാൻ സേ both A and R are true and R is the correct explanation of A. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൂത്ത് ആൻഡ് ഫോൾസ്ഹുഡ് മേ ബി predicated of propositions but never of arguments. In case of deductive argument, the technical terms correct and incorrect are used. Inductive argument are either valid or nor invalid but evaluated as better or worse. The conclusion of a deductive argument follows from its premises necessarily. ഇപ്പൊ പറയൂ, ഇതിനകത്തു നിന്നുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? തിങ്ക്.
നമുക്കിവിടെ 4 സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഒന്നാം സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താ? ട്രൂത്ത് ആൻഡ് ഫോൾസ്ഹുഡ് മേ ബി പ്രെഡിക്കേറ്റ് ഓഫ് പ്രപ്പോസിഷൻ. ശരിയാണോ? നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ട്രൂത്ത് ആൻഡ് ഫോൾസ്ഹുഡ്, ട്രൂ ഓർ ഫോൾസ്. പ്രപ്പോസിഷൻ എന്താ? സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുത്തിട്ട് ട്രൂ ഓർ ഫോൾസ് എന്ന് പറയാമല്ലോ. പറയാം. ആർഗ്യുമെന്റ് മൊത്തം എടുത്തിട്ടാണ് പറയാൻ പറ്റാത്തത്. ഓരോ സ്റ്റേറ്റ്മെന്റ്, ഇപ്പൊ ക്യാറ്റ് ഈസ് മാമൽ എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് മാത്രം എടുത്തിട്ട് അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയാം. സോ ട്രൂത്ത് ആൻഡ് ഫോൾസ്ഹുഡ് മേ ബി പ്രെഡിക്കേറ്റഡ് ഓഫ് പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത് ശരിയാണ്, ആർഗ്യുമെന്റിലാണ് എടുക്കാൻ പാടില്ലാത്തത്. രണ്ടാമതായിട്ട്, ഇൻ കേസ് ഓഫ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ടെക്നിക്കൽ സ്റ്റേംസ് കറക്റ്റ് ആൻഡ് ഇൻകറക്റ്റ് യൂസ് ചെയ്യാറുണ്ടോ? ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ക്വാളിറ്റി എന്താ? വാലിഡിറ്റി ആണ്. വാലിഡ് ഓർ ഇൻവാലിഡ് എന്നാണ് യൂസ് ചെയ്യുന്നത്. കറക്റ്റ് ഓർ ഇൻകറക്റ്റ് നമ്മൾ യൂസ് ചെയ്യില്ല. സോ ഓപ്ഷൻ ബി തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ളത്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകളെല്ലാം ശരിയാണ്. ജസ്റ്റ് നോക്കുക. മൂന്നാം സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ആർ നെയ്തർ വാലിഡ് നോർ ഇൻവാലിഡ്. ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണെങ്കിൽ വാലിഡ് എന്നുള്ള ടേം അല്ല ഉപയോഗിക്കുന്നത്, പകരം നമ്മൾ ഉപയോഗിക്കുന്നത് കൊജന്റ് ആണ്, ഓർ സ്ട്രോങ് ആണ്. സ്ട്രോങ് മീൻസ് ബെറ്റർ ഓർ വേഴ്സ്. അതാണ് ബെറ്റർ ഓർ വേഴ്സ് എന്നായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്, ഓർ സ്ട്രോങ് ആണെന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. സോ ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണ്. കൺക്ലൂഷൻ ഓഫ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ഫോളോസ് ഫ്രം ഇറ്റ്സ് പ്രെമിസസ് നെസസർലി. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് കൺക്ലൂഷൻ പ്രെമിസുകളിൽ നിന്ന് തന്നെ വരുന്നതാണ്. അതുകൊണ്ടാണ് പ്രെമിസുകൾ ട്രൂ ആണെങ്കിൽ കൺക്ലൂഷൻ ഉറപ്പായിട്ടും ട്രൂ ആയിരിക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻസ് ഡിസ്ക്രൈബ്സ് എ വാലിഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് വിത്ത് ഓൾ ട്രൂ പ്രമിസസ് ആൻഡ് കൺക്ലൂഷൻ ആസ് ട്രൂ? പ്രമിസ് ട്രൂ ആണ്, കൺക്ലൂഷനും ട്രൂ ആണെങ്കിൽ വാലിഡ് ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിനെ വിളിക്കുന്ന പേരെന്താണ്? വാലിഡിറ്റിയുടെ ഒപ്പം ട്രൂത്ത്ഫുൾനെസ് കൂടി വന്നു കഴിഞ്ഞാൽ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് എന്താ വിളിക്കുക? ഇറ്റ് ഈസ് കോൾഡ് സൗണ്ട്. സൗണ്ട് ആർഗ്യുമെന്റ്. വാലിഡിറ്റിയുടെ ഒപ്പം ട്രൂത്ത്ഫുൾനെസ് കൂടി വന്നു കഴിഞ്ഞാൽ അതൊരു സൗണ്ട് ആർഗ്യുമെന്റാണ്. അപ്പോൾ നമ്മൾ ഈ 2 ടോപ്പിക് ഏരിയ പറഞ്ഞു. ഈ 2 ടോപ്പിക് ഏരിയയുമായി ബന്ധപ്പെട്ട് ഇത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കണ്ടല്ലോ. ഇപ്പോൾ ലോജിക്കൽ റീസണിങ്ങിൽ നമ്മളോട് സാധാരണഗതിയിൽ വരുന്നത് ഈ ഒരു അപ്രോച്ചിലാണ്. ലോജിക്കൽ റീസണിങ് ഏരിയയിൽ സാധാരണഗതിയിൽ നമ്മൾ ചോദിക്കുന്നത് ഇങ്ങനൊരു അപ്രോച്ചാണ്. ഓരോ ടോപ്പിക്കിൻ്റെയും കണക്ഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. ഓക്കെ ഓക്കെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ടോപ്പിക് ഏരിയ, മൂന്നാമത്തെ ടോപ്പിക്, ഇവാലുവേറ്റിംഗ് ആർഗ്യുമെന്റ്സ്, വാലിഡിറ്റി, സൗണ്ട്നെസ്, കോജൻസി ആൻഡ് ട്രൂത്ത്. ഇത് 4 ഞാൻ പറഞ്ഞു ഓൾറെഡി. കണക്ട് ചെയ്തിട്ട് വീണ്ടും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം 4 കൺസെപ്റ്റുകൾ എന്താണെന്ന് പറഞ്ഞു. വാലിഡിറ്റി എന്താണ്, സൗണ്ട്നെസ് എന്താണ്, കൊജന്റ് എന്താണ്, ട്രൂത്ത്ഫുൾനെസ് എന്താണ്. സോ 4 കൺസെപ്റ്റുകളും പറയുകയാണെങ്കിൽ, ട്രൂത്ത്ഫുൾനെസ് നമ്മളിവിടെ പറയും സ്റ്റേറ്റ്മെന്റ്സുമായി ബന്ധപ്പെട്ട് പറയും, ഓർ പ്രപ്പോസിഷൻസുമായി ബന്ധപ്പെട്ട് പറയും. അതായത് ഓരോ സ്റ്റേറ്റ്മെന്റുകളും റിയാലിറ്റി ആയിട്ട് മാച്ച് ചെയ്യുകയാണെങ്കിൽ ട്രൂ ആണ്. ഓൾ ക്യാറ്റ്സ് ആർ മാമൽസ്, ട്രൂ ആണ്, റൈറ്റ്. അങ്ങനെ ട്രൂത്ത്ഫുൾനെസ് പറയുന്നു. വാലിഡിറ്റി ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ക്വാളിറ്റിയാണ്. ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് വാലിഡ് ആണെന്ന് നമ്മൾ പറയും എപ്പോഴാണ്? പ്രമിസസ് തന്നിരിക്കുന്ന വാലിഡ് ആവുന്ന എപ്പോഴാ? കൺക്ലൂഷനും പ്രമിസും തമ്മിലുള്ള കണക്ഷൻ പ്രോപ്പർ ആണെങ്കിലാണ്. വാലിഡിറ്റി ട്രൂത്ത്ഫുൾനെസ് അവിടെ പറഞ്ഞിട്ടുണ്ടാകും, ട്രൂ ആണ് നിർബന്ധമില്ല കേട്ടോ. പറഞ്ഞിരിക്കുന്നതിൽ ഒരു മിസ്റ്റേക്ക് ആണ്, അത് ഓർത്തേക്ക്. പ്രോപ്പർ സ്ട്രെച്ചർ വന്നിട്ടുണ്ടെങ്കിൽ വാലിഡ് ആണ്. പ്രോപ്പർലി സ്ട്രെച്ചേഡ് ആണെങ്കിൽ വാലിഡ് ആണ്. ആ വാലിഡിറ്റിയുടെ ഒപ്പം ട്രൂ കൂടി വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സൗണ്ട്നെസ് എന്ന് വിളിക്കും. സോ 3 ടേമുകളായി ട്രൂ, സ്റ്റേറ്റ്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം. ആ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർലി ഫോം ഓർ സ്ട്രെച്ചർ പ്രോപ്പർ ആണെങ്കിൽ വാലിഡ് ആണ്, ട്രൂ ആവണം നിർബന്ധമില്ല. ദെൻ സൗണ്ട്നെസ് എന്ന് പറഞ്ഞാൽ ആ വാലിഡിറ്റിയുടെ ഒപ്പം ട്രൂത്ത്ഫുൾനെസ് കൂടി വന്നു കഴിഞ്ഞാൽ സൗണ്ടായി. ഇനി കോജൻസി, കോജൻസി എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റുമായി ബന്ധപ്പെട്ട് സൗണ്ട്നെസ്സിന് പകരം ഉപയോഗിക്കുന്ന ടേമാണ് കോജൻസി. അതായത് ആർഗ്യുമെന്റ്സ് സ്ട്രോങ് ആണ്, അതോടൊപ്പം തന്നിരിക്കുന്ന പ്രമിസുകൾ ട്രൂ ആണെങ്കിൽ കോജന്റ് ആണെന്ന് പറയാം. ഓക്കെ. സോ വാലിഡിറ്റി എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്, ജസ്റ്റ് നോക്കൂ. വാലിഡിറ്റി പ്രമിസ് 1 പറയുന്നത് എന്താ? ഓൾ ഡോഗ്സ് ആർ ഡ്രാഗൺസ്. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ, ഓൾ ഡോഗ്സ് ആർ ഡ്രാഗൺസ്, ഓൾ ഡ്രാഗൺസ് ആർ ബേഡ്സ്, ഓൾ ഡോഗ്സ് ആർ ബേഡ്സ്. വാലിഡ് ആണോ? വാലിഡ് ആണ്, പക്ഷേ ട്രൂ അല്ല. ട്രൂ ആകണം നിർബന്ധമില്ല. എന്തുകൊണ്ടാണ്? ഇത് വാലിഡിറ്റി വരാൻ വേണ്ടി ട്രൂത്ത്ഫുൾനെസ്സിൻ്റെ ആവശ്യമില്ല. ഓൾ ഡോഗ്സ് ആർ ഡ്രാഗൺസ്, ഡോഗ്സ് എല്ലാം ഡ്രാഗൺ ആണെങ്കിൽ, ഡ്രാഗൺ എല്ലാം ബേഡ്സ് ആണെങ്കിൽ, അപ്പോൾ ഡോഗ്സ് എന്ന് പറയുന്നത് ഡ്രാഗൺ ആണല്ലോ, അതുകൊണ്ട് ഡോഗ്സ് ബേഡ്സും ആകും. സോ കൺക്ലൂഷൻ ആയിട്ടുള്ള ഓൾ ഡോഗ്സ് ആർ ബേഡ്സ് എന്ന് പറയുന്നത് ട്രൂ അല്ല, വാലിഡ് ആണ്.
ഓക്കെ. സോ വാലിഡിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇതാണ്. രണ്ടാമതായിട്ട് വാലിഡിറ്റിയിൽ എന്താ നമ്മൾ ഓർക്കേണ്ടത്? പ്രെമിസ് ട്രൂ ആണെങ്കിൽ ഒരു കാരണവശാലും ഫോൾസ് കൺക്ലൂഷൻ വരില്ല എന്നുള്ളതാണ് വാലിഡിറ്റി. അത് നമ്മൾ നേരത്തെ ഒരുപാട് തവണ പറഞ്ഞു. ട്രൂ പ്രമിസസ് ആണെങ്കിൽ ട്രൂ കൺക്ലൂഷൻ മാത്രമേ വരൂ. ഓക്കെ. ട്രൂ പ്രമിസസ് ആണെങ്കിൽ ട്രൂ കൺക്ലൂഷൻ മാത്രമേ വരൂ. ഫോൾസ് പ്രമിസസ് ആണെങ്കിൽ ട്രൂവോ ഫോൾസോ കൺക്ലൂഷൻ വരാം. സൗണ്ട്നെസ്. സൗണ്ട്നെസ് ആവണമെങ്കിൽ എന്ത് വേണം? വാലിഡിറ്റിയുടെ ഒപ്പം ട്രൂത്ത്ഫുൾനെസ് കൂടി വരണം. അതായത് ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ, ട്രൂ ആണല്ലോ. സോക്രട്ടീസ് ഇസ് എ ഹ്യൂമൻ, അതും ട്രൂ ആണല്ലോ. അപ്പോൾ സോക്രട്ടീസ് ഈസ് മോർട്ടൽ എന്ന് പറയുന്നത് സൗണ്ട് ആർഗ്യുമെൻ്റ് ആണ്. ഇനി കോജൻസി, ഇൻഡക്റ്റീവ് ആർഗ്യുമെൻറ്റുമായി ബന്ധപ്പെട്ടാണ് കോജൻസി പറയുന്നത്. സ്ട്രോങ് ആയിരിക്കണം, അതോടൊപ്പം പ്രമിസുകൾ ട്രൂ ആകണം. യൂറോപ്പ ഹാസ് ഓക്സിജൻ. യൂറോപ്പ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി പോലുള്ള ഒരു ഗ്ലോബാണ്. അവിടെ ഓക്സിജൻ ഉണ്ടെന്ന് സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തി. യൂറോപ്പ ഹാസ് ഓക്സിജൻ. പിന്നെ നമ്മൾ പറയുകയാണ് ഓക്സിജൻ ഈസ് നീഡഡ് ഫോർ ലൈഫ്. ഓക്സിജൻ ജീവൻ നിലനിർത്താൻ ആവശ്യമാണ്. ഇത് രണ്ടും ശരിയാണല്ലോ. ഇത് രണ്ടും ശരിയാണെങ്കിൽ കൺക്ലൂഷൻ മേ ബി ദർ ഇസ് എ ചാൻസ് ദാറ്റ് കൺക്ലൂഷൻ ഇസ് ട്രൂ. അല്ലേ? കൺക്ലൂഷൻ എന്താ? ദെയർ മേ ബി ലൈഫ് ഓൺ യൂറോപ്പ. കോജൻ്റ് ആണ്. കൺക്ലൂഷൻ ശരിയാകാനുള്ള സാധ്യതയുണ്ട്. തന്നിരിക്കുന്ന പ്രമിസുകൾ രണ്ടും ട്രൂ ആയതുകൊണ്ട് കൺക്ലൂഷൻ ശരിയാകാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമുക്കിതിനെ കോജൻ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയാം. സ്ട്രോങ് ആണ് ആൻഡ് ഓൾ പ്രമിസസ് ആർ ട്രൂ, ദെയർഫോർ ഇറ്റ് ഈസ് കോജൻ്റ്. ഇനി ട്രൂത്ത് ആൻഡ് വാലിഡിറ്റി. ട്രൂത്ത് വേഴ്സസ് വാലിഡിറ്റി. വാലിഡിറ്റി എന്താ? വാലിഡിറ്റി എന്ന് പറയുന്നത് സ്ട്രക്ചറാണ്, ഫോമുമായി ബന്ധപ്പെട്ടാണ്. ട്രൂത്ത് എന്ന് പറയുന്നത് കണ്ടന്റുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ. അതായത് ഒരു പ്രപ്പോസിഷൻ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടാണ് നമ്മൾ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയുന്നത്. എൻറ്റയർ ആർഗ്യുമെന്റ് എടുത്തിട്ടാണ് നമ്മൾ വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ എന്ന് പറയുന്നത്. ആർഗ്യുമെന്റ്സ് ക്യാൻ ബി വാലിഡ് ബട്ട് നോട്ട് സൗണ്ട്. വാലിഡ് ആണ് പക്ഷെ സൗണ്ട് അല്ല. നമ്മൾ ആ ഡ്രാഗൺസിൻ്റെ ഒക്കെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ അത് വാലിഡ് ആണ് പക്ഷെ എന്തല്ല, അതൊരു സൗണ്ട് ആർഗ്യുമെന്റ് അല്ല, ബിക്കോസ് ട്രൂത്ത്ഫുൾനെസ് ഇല്ല. ഇൻവാലിഡ് ബട്ട് ട്രൂ സ്റ്റേറ്റ്മെന്റ്സ്. ഇൻവാലിഡ് ആണ്, സ്ട്രക്ചർ പ്രോപ്പർ അല്ലെങ്കിൽ ഇൻവാലിഡ് ആണ്, സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അങ്ങനെ എന്ത് രീതിയിലും ആകാം. സോ ട്രൂത്തും വാലിഡിറ്റിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. സോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഓൾ മെൻ ആർ മോർട്ടൽ, സോക്രട്ടീസ് എ മാൻ, സോക്രട്ടീസ് ഇസ് മോർട്ടൽ എന്ന് പറയുമ്പോൾ അതെന്തുണ്ട്? വാലിഡിറ്റിയും സൗണ്ട്നെസ്സും ഉണ്ട്. കൊജൻ്റ് ആണോ? കൊജൻ്റ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ആർഗ്യുമെൻ്റ് ഫീച്ചറാണ്. അത് ഇവിടെ തന്നിരിക്കുന്നത് ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റാണ്. ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് സ്പെസിഫിക്കിലേക്ക് പോകുമ്പോൾ അത് ഡിഡക്റ്റീവ് ആർഗ്യുമെൻറ്റാണ്. സോ ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് ആയതുകൊണ്ട് വാലിഡ് ആണ്, സൗണ്ട് ആൻഡ് ട്രൂ ആണ്. ഇനി ഓൾ ഡോഗ്സ് ആർ ക്യാറ്റ്സ്, ഓൾ ക്യാറ്റ്സ് ആർ ബേഡ്സ്, സോ ഓൾ ഡോഗ്സ് ആർ ബേഡ്സ്. വാലിഡ് ആണോ? വാലിഡ് ആണ്. സൗണ്ട് ആണോ? സൗണ്ട് ആണെങ്കിൽ എന്ത് വേണം? ട്രൂത്ത്ഫുൾനെസ് വേണം. ട്രൂത്ത് ആണോ? എല്ലാ ക്യാറ്റും ഡോഗ് ആണെന്ന് പറഞ്ഞാൽ ട്രൂ ആണോ? അല്ല. സോ വാലിഡ് ആണ് പക്ഷേ ഇത് സൗണ്ട് അല്ല, കൊജൻ്റ് അല്ല, ട്രൂ അല്ല. റൈറ്റ്. അടുത്തത് ഓൾ ബേഡ്സ് ക്യാൻ ഫ്ലൈ, പെൻഗിൻസ് ആർ ബേഡ്സ്, സോ പെൻഗിൻസ് ക്യാൻ ഫ്ലൈ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വാലിഡ് അഗെയിൻ. പക്ഷേ എന്തല്ല, പെൻഗിൻ ഫ്ലൈ ചെയ്യില്ല, അതുകൊണ്ട് അത് ട്രൂ അല്ല. ഓക്കെ. ദെൻ മോസ്റ്റ് സ്വാൻസ് സീൻ ആർ വൈറ്റ്. ഞാൻ കണ്ട മിക്ക സ്വാൻസും വൈറ്റ് ആണ്. സോ ഓൾ സ്വാൻസ് ആർ വൈറ്റ്. അതുകൊണ്ട് എല്ലാ സ്വാൻസും വൈറ്റ് ആണെന്ന് പറഞ്ഞാൽ എന്തുണ്ട്? ട്രൂത്ത്ഫുൾനെസ് ഉണ്ട്. ആകാം. ഓക്കെ, ആകാം. അതുകൊണ്ട് കൊജൻറ്റും ആകാം. ഇൻഡക്റ്റീവ്ലി സ്ട്രോങ് ആയതുകൊണ്ട് കൊജൻ്റ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻഡക്റ്റീവ്ലി സ്ട്രോങ് ആണെങ്കിൽ കൊജൻ്റ് ആകാം. സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിരിക്കുന്നവയെല്ലാം ട്രൂ ആണ്, ഇൻഡക്റ്റീവ്ലി സ്ട്രോങ് ആണെങ്കിൽ കൊജൻ്റ് ആകാം എന്നോർത്തേക്കുക. അപ്പോൾ ലെറ്റ് മീ ഷോ യു വൺ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ഏരിയ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ ട്രൂ? The terms true and false may apply to argument. The terms true and false may apply to statements. The terms valid and invalid apply to arguments. The terms cogent and non-cogent apply to statements. ഇതിൽ ഏതൊക്കെ ശരി? ആദ്യത്തെ പോയിന്റ് ട്രൂ ആൻഡ് ഫോൾസ് ആർഗ്യുമെന്റ് നമ്മൾ പറയൂ. ട്രൂ ആണോ ഫോൾസ് ആണോ എന്നുള്ളത് നമ്മൾ പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റിലാണ്. അതായത് ഓരോ ക്യാറ്റ് ആർ മാമൽ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എടുത്തിട്ടാണ് പറയുന്നത്, അല്ലാതെ ആർഗ്യുമെൻറ്റ് മൊത്തമായിട്ട് പറയില്ല. സോ ഓപ്ഷൻ എ തെറ്റാണ്. രണ്ടാമത്തെ എന്താ? യാ, സി ആണ് റൈറ്റ് ആൻസർ. റൈറ്റ്, വെരി ഗുഡ്. സോ രണ്ടാമത്തെ ഓപ്ഷൻ ദി ടേംസ് ട്രൂ ആൻഡ് ഫോൾസ് അപ്ലൈ ടു സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അത് ശരിയാണ്.
സ്റ്റേറ്റ്മെന്റ്സിലാണ് ട്രൂ ആൻഡ് ഫോൾസ് അപ്ലൈ ചെയ്യുന്നത്. വാലിഡ് ആൻഡ് ഇൻവാലിഡ് അപ്ലൈ ടു ആർഗ്യുമെന്റ്, അതും ശരിയാണ്. ആർഗ്യുമെന്റുമായി ബന്ധപ്പെട്ടാണ് വാലിഡ് ആൻഡ് ഇൻവാലിഡ് പറയുന്നത്. ആൻഡ് കോജന്റ് ആൻഡ് നോൺ കോജന്റ് സ്റ്റേറ്റ്മെന്റിലല്ല, അതും ആർഗ്യുമെന്റിലാണ്, ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റിലാണ് കോജന്റ് ആൻഡ് നോൺ കോജന്റ് യൂസ് ചെയ്യുന്നത്. സോ ബി ആൻഡ് സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ, അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു ഏരിയ വരുന്നത് നിങ്ങൾക്ക് കാണാം. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് ട്രൂത്ത് ആൻഡ് ഫോൾസ്ഹുഡ് ആർ പ്രെഡിക്കേറ്റ്സ് ഓഫ് ആർഗ്യുമെന്റ്. Validity and invalidity are predicates of statements. So what do you think? ട്രൂത്തും ഫോൾസും ആർഗ്യുമെന്റുമായി ബന്ധപ്പെട്ടാണോ? അല്ല. വാലിഡും ഇൻവാലിഡും സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടാണോ? അതുമല്ല. രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. നേരെ തിരിച്ചാ വരേണ്ടത്. ട്രൂത്ത് ആൻഡ് ഫോൾസ്ഹുഡ് ആർ പ്രെഡിക്കേറ്റ്സ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ട്രൂ ആണ്. വാലിഡിറ്റി ആൻഡ് ഇൻവാലിഡിറ്റി ആർ പ്രെഡിക്കേറ്റ്സ് ഓഫ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാലും ട്രൂ ആണ്. ഇത് നേരെ തിരിച്ചാണ് തരുന്നത്. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ട്രൂ റിഗാർഡിംഗ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്? ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റുമായി ബന്ധപ്പെട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഇഫ് ഓൾ പ്രമിസസ് ആർ ട്രൂ, ദി കൺക്ലൂഷൻ മസ്റ്റ് ബി ട്രൂ. It claims to support the conclusion with some degree of probability. It claims to support conclusion conclusively. Conclusion is completely contained already in the premises. എന്താണ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ഫീച്ചർ? ഇൻഡക്റ്റീവ് ആണെങ്കിൽ ഒരു പ്രോബബിലിറ്റിയോട് കൂടി മാത്രമേ കൺക്ലൂഷനിലേക്ക് പോകാൻ പറ്റൂ, അല്ലെ? ഒരു ചാൻസ് ഉണ്ട്. അല്ലാതെ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് പോലെ കൺക്ലൂഷൻ 100% ട്രൂ ആണെന്നോ കൺക്ലൂസീവ്ലി ട്രൂ ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ റൈറ്റ് ആൻസർ ഏതാ? ഇറ്റ് ക്ലെയിംസ് ടു സപ്പോർട്ട് ഇറ്റ്സ് കൺക്ലൂഷൻ ഓൺലി വിത്ത് സം ഡിഗ്രി ഓഫ് പ്രോബബിലിറ്റി, ദർ ഇസ് എ ചാൻസ്. അത് വെച്ചിട്ട് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് ദി സ്റ്റേറ്റ്മെന്റ് എ പേഴ്സൺ വിത്തൗട്ട് പർപ്പസ് ഈസ് ലൈക്ക് എ കാർ വിത്ത് നോ എഞ്ചിൻ ആൻഡ് ദാറ്റ്സ് എ യൂസ്ലെസ് പീസ് ഓഫ് മിഷനറി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അനലോജിക്കൽ ആർഗ്യുമെന്റ്. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് അതേ കാര്യം തന്നെയാണ്. എ പേഴ്സൺ വിത്ത് നോ പർപ്പസ് ഇസ് ലൈക്ക് എ കാർ വിത്ത് നോ എഞ്ചിൻ ആൻഡ് ദാറ്റ്സ് എ യൂസ്ലെസ് പീസ് ഓഫ് മിഷനറി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നോൺ ആർഗ്യുമെന്റീവ് യൂസ് ഓഫ് അനലോജി. ഇത് നമ്മൾ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിരുന്നു. ആർഗ്യുമെന്റ്, അനലോജിക്കൽ ആർഗ്യുമെന്റ് വരുമ്പോൾ എന്തുണ്ടാവണം? ആദ്യം ഇവ തമ്മിൽ ഒരു റിലേഷൻ പറയണം. ഇപ്പോൾ ഹാർട്ടും പമ്പും, ഹാർട്ട് ഈസ് ലൈക്ക് എ പമ്പ് ബിക്കോസ് ദേ ഫങ്ഷൻ സിമിലർലി, പമ്പ് ചെയ്യുന്നത് ഒരുപോലാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം രണ്ടാമതൊരു റിലേഷനായിട്ട് ഹാർട്ട് ഫെയിൽ ആകുന്നത് പോലെ അല്ലെങ്കിൽ പമ്പ് ഫെയിൽ ആകുന്നത് പോലെ ഹാർട്ട് ഫെയിൽ ആകാം, അപ്പം അത് ഫെയിൽ ആകുന്നത് ഒരുപോലെ ആകാം. അങ്ങനെ രണ്ട് റിലേഷൻ വന്നാൽ മാത്രമേ അത് അനലോജിക്കൽ ആർഗ്യുമെന്റ് ആകൂ. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ അതൊരു നോൺ ആർഗ്യുമെന്റീവ് യൂസ് ഓഫ് അനലോജി ആണെന്ന് അവിടെ തന്നെ നമ്മൾ പറഞ്ഞതാണ്. ഇത് ഓർത്തേക്കണം. ഇവിടുത്തെ പറഞ്ഞിരിക്കുന്നത് എന്താ? എ പേഴ്സൺ വിത്തൗട്ട് എ പർപ്പസ് ഇസ് ലൈക്ക് എ കാർ വിത്ത് നോ എഞ്ചിൻ. ഒരു പേഴ്സൺ വിത്തൗട്ട് എ പർപ്പസ് എന്ന് പറയുന്നത് കാർ വിത്ത് നോ എഞ്ചിൻ പോലെയാണ്. ഒരു റിലേഷനായി. രണ്ടാമതൊരു റിലേഷൻ ഉണ്ടോ അവിടെ? ആൻഡ് ഇറ്റ്സ് എ യൂസ്ലെസ് പീസ് ഓഫ് മിഷനറി, അത് കൊള്ളില്ലാത്തൊരു മിഷനറിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ടാമതൊരു റിലേഷൻ വന്നിട്ടില്ല. രണ്ടാമതൊരു റിലേഷൻ വന്നാൽ മാത്രമേ അത് ആർഗ്യുമെന്റ് ആകൂ. ഇവിടെ അത് ആർഗ്യുമെന്റ് അല്ല, നോൺ ആർഗ്യുമെന്റീവ് യൂസ് ഓഫ് അനലോജിയാണ്. മനസ്സിലായോ? ഇവിടെ അതെന്താ ഉപയോഗിച്ചിരിക്കുന്നത്? രണ്ട് സിറ്റുവേഷനിൽ പറഞ്ഞിട്ടില്ല, ഒരു സിറ്റുവേഷനിൽ മാത്രമേ കമ്പയർ ചെയ്തിട്ടുള്ളൂ. ഒരു സിറ്റുവേഷൻ മാത്രമേ കമ്പയർ ചെയ്തിട്ടുള്ളെങ്കിൽ ഇതിനെ നമ്മൾ നോൺ ആർഗ്യുമെന്റീവ് യൂസ് ഓഫ് അനലോജി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഈസ് സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണ്, ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ട്രൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഗിവൺ ബിലോ ആർ ടു സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്ന അനലോജിക്കൽ ആർഗ്യുമെന്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ്. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് ഇൻ അനലോജിക്കൽ ആർഗ്യുമെന്റ് കൺക്ലൂഷൻ ഇറ്റ് ഈസ് കൺക്ലൂഡഡ് ദാറ്റ് ടു എൻറ്റിറ്റീസ് alike in some respects are therefore alike in some other respect. എന്ത് തോന്നുന്നു? അനലോജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ഒരു ടൈപ്പാണ്. ഓക്കെ, ശരിയാണ്. അനലോജിക്കൽ ആർഗ്യുമെന്റ് പറയുന്നത് എന്താ? രണ്ട് എൻറ്റിറ്റീസ് ഒരു സാഹചര്യത്തിൽ ഒരുപോലാണെങ്കിൽ അവ മറ്റൊരു സാഹചര്യത്തിലും ഒരുപോലാണ് എന്നാ പറയുന്നത്. സോ ഇഫ് സം എൻറ്റിറ്റീസ് alike in some respects therefore they alike in some other respect, ഇത് രണ്ടും വരണം. അതുകൊണ്ട് രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, എ ബി സി ഡി ഓൾ ഹാവ് ആട്രിബ്യൂട്ട്സ് പി ആൻഡ് ക്യൂ.
A, B, C all have attribute R. Therefore, D probably have attribute R. എ ബി സി ഡിക്ക് എല്ലാം പിയും ക്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് എ ബി സിക്ക് ആറുണ്ടെങ്കിൽ ഡിക്കും ആറുണ്ടാകാം എന്ന് പറയുമ്പോൾ ഇതെന്താ? ഇതൊരു അനലോജിക്കൽ ആർഗ്യുമെന്റ് ആണ്. ഓക്കെ, അനലോജിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവയ്ക്ക് ഇതുണ്ടെങ്കിൽ ഇവയിലും ഇതുണ്ടാകാം. രണ്ട് സാഹചര്യങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്, രണ്ട് സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്, ആ രണ്ട് സാഹചര്യങ്ങളുടെ റിലേഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തുണ്ട്? ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് ആണോ? അല്ല, ഇത് അനലോജിക്കലാണ്. അനലോജിക്കലിന് മറ്റൊരു പേരെന്താണ്? ഇൻഡക്റ്റീവിന്റെ ടൈപ്പാണ്. സോ ഇറ്റ്സ് ആൻ ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ആൻഡ് അനലോജിക്കൽ ആർഗ്യുമെന്റ്. സോ ബിയും സിയും ആണ് ട്രൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ. അനലോജിക്കൽ ആർഗ്യുമെന്റ്സ് ആർ deductive in nature, inductive in nature, valid arguments but fallacious, invalid argument. ഏതാ? അനലോജിക്കൽ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് ആർഗ്യുമെന്റ് ടൈപ്പ് ആണ്. സോ ദേ ആർ ഇൻഡക്റ്റീവ് ഇൻ നേച്ചർ. മറ്റൊരു ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് പറയുന്ന അനലോജിക്കൽ റീസണിങ് ഇസ് ബേസ്ഡ് ഓൺ ദി ലൈക്നെസ് ഡ്രോൺ ബിറ്റ്വീൻ ടു ഓർ മോർ എൻറ്റിറ്റീസ് ഇൻ വൺ ഓർ മോർ റെസ്പെക്ട്സ്. ഒന്നോ അതിലധികമോ എന്നുള്ള രീതിയിൽ ഓർത്താൽ മതി. അവിടെ ആ റിലേഷൻ വരണം. ദെൻ ദർ കുഡ് ബി ആർഗ്യുമെന്റീവ് ആസ് വെൽ ആസ് നോൺ ആർഗ്യുമെന്റീവ് യൂസ് ഓഫ് അനലോജി. രണ്ട് ശരിയല്ലേ? രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. മൂന്ന് ടോപ്പിക് ഏരിയാസ് പറഞ്ഞു. ലോജിക്കൽ റീസണിങ് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ടോട്ടൽ 15 ടോപ്പിക്കോളമാണ് കവർ ചെയ്യാനുള്ളത്. ഒരു ലോജിക്കൽ റീസണിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു 3 to 4 സെഷൻസ് നമുക്ക് ഉണ്ടാവും ലൈവ്. അതിലായിരിക്കും അത് കവർ ചെയ്യുന്നത് കേട്ടോ. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് നെക്സ്റ്റ് വീക്കിൽ, വരുന്ന വീക്കിലോ വരുന്ന ആഴ്ചയിൽ ഓണമാണല്ലോ, അതിനുശേഷം വരുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ലോജിക്കൽ റീസണിങ്ങിൻ്റെ രണ്ടാമത്തെ സെഷൻ ഡിസ്കസ് ചെയ്യാം. സോ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, കൂടുതലായിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി എനിക്ക് മെസ്സേജ് അയച്ചാലും മതി. സോ വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എവരിവൺ. ബൈ.